ഹായ് നമസ്കാരം, മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഫുഡ് സെഷനിൽ നമ്മളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഹൈദരാബാദി ദം ചിക്കൻ ബിരിയാണി. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹൈദരാബാദി ദം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ബസുമതി റൈസ് നല്ലപോലെ കഴുകി 10 മിനിറ്റ് കുതിർത്ത് വെള്ളം വാർന്നു പോകാനായിട്ട് വയ്ക്കുക. ഇനി സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിന, മല്ലിയില, ക്യാരറ്റ് എന്നിവ അരിഞ്ഞു വയ്ക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ആക്കി എടുക്കാനാണ്. ചിക്കൻ നല്ലതുപോലെ കഴുകി അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ബിരിയാണി മസാല, ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ് ആക്കിയത്, തൈര് ആവശ്യത്തിന്, ഉപ്പ്, പുതിനയില, മല്ലിയില, മുൻപ് അരച്ചു വച്ച പച്ചമുളകിൻ്റെ കൂടെ കുറച്ച് പുതിനയില അരച്ചതാണ്. ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി 20 മിനിറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇനി കുറച്ച് എണ്ണ എടുത്ത് സവാള, കുറച്ച് ഉപ്പ്, ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത്, നെയ്യ് കുറച്ചുകൂടി വേണമെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് അടച്ചു വയ്ക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിയിടാം. ഇത് ഒരു 8 പേർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഇതിൽ കുറച്ച് പുതിന, മല്ലിയില,
കൂടിയിട്ട് അടച്ചു വയ്ക്കും. ഇനി റൈസ് വെന്തോ എന്ന് നോക്കാം. കുമിളകൾ വന്നു തുടങ്ങി. അപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് അടച്ചു വയ്ക്കാം. ഇനി സവാള ഫ്രൈ ചെയ്ത എണ്ണയിൽ കിസ്മിസ് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് പാല്, കുറച്ച് റോസ് വാട്ടർ, കുറച്ച് മഞ്ഞൾപ്പൊടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് റൈസിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി റൈസിൽ കുറച്ച് ഗാർണിഷ് ചെയ്യാം. ആദ്യം കുറച്ച് കളർ കിട്ടാൻ വേണ്ടി എടുത്ത പാല് മിക്സ് ചെയ്യുക. ഇനി കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ്, പുതിനയില, മല്ലിയില, സവാള ഫ്രൈ ചെയ്തത്, കുറച്ച് കിസ്മിസ്, കുറച്ച് ഗരം മസാല ഇട്ട് അടച്ചു വയ്ക്കും. ഇനി ഫ്രിഡ്ജിൽ നിന്നും ചിക്കൻ എടുത്ത് പുറത്ത് വയ്ക്കുക. എന്നിട്ട് ദമ്മിടാൻ പാകത്തിൽ ഉള്ള ഒരു പാത്രം എടുക്കുക. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് കറുകപ്പട്ട, ഗ്രാമ്പൂ എന്നിവ മിക്സ് ചെയ്യുക. കുറച്ച് കറുകപ്പട്ട, ഗ്രാമ്പൂ ഇടുക. അതിലേക്ക് ചിക്കൻ മസാല പുരട്ടി വെച്ചത്, കുറച്ച് ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം സവാള ഫ്രൈ ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇപ്പോൾ ബിരിയാണിയുടെ സ്മെല്ല് നല്ലപോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ദമ്മിടാനായി റൈസ് ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക. കുറച്ച് കിസ്മിസ്, സവാള ഫ്രൈ എന്നിവയും ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ നിന്നും കുറച്ച് റൈസ് എടുത്ത് ചിക്കൻ മസാലയിൽ ദമ്മിടാനായിട്ട് എടുക്കാം. ഈ ദമ്മിടാനായിട്ട് മുഴുവൻ റൈസും എടുക്കണമെന്നില്ല, കുറച്ച് മതി.
ഇനി ഇതിൽ നിന്നും കുറച്ച് റൈസ് എടുത്ത് ചിക്കൻ മസാലയിലിടുക. ദം ഇടാൻ വേണ്ടി എല്ലാ റൈസും ഇടണമെന്നില്ല. വീണ്ടും നമ്മൾ കുറച്ച് കൂടി ഗാർണിഷ് ചെയ്യുക. കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുക. കുറച്ച് ഗരം മസാല തൂകി കുറച്ച് നെയ്യൊഴിച്ച് അടച്ച് ചെറുതീയിൽ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ തുടർന്നുള്ള വീഡിയോ കാണുവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പരന്ന പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് 10 മിനിറ്റ് ചെറു തീയിൽ വെച്ച് ദമ്മിടാവുന്നതാണ്. ഇനി ദം പൊട്ടിച്ച് റൈസ് മാത്രം മാറ്റിയെടുക്കും. അധികമുള്ള ചോറിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി കഴിക്കാനായി ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ 2 പീസ് ചിക്കനും കുറച്ച് റൈസും എടുത്ത് കഴിക്കാം. അപ്പോൾ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.